നമസ്കാരം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഫോൺ സ്ക്രോൾ ചെയ്യുന്നവരാണ് അല്ലേ? ഒരു 5 മിനിറ്റ് റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ എടുക്കുന്നു. പക്ഷേ എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മളത് നിർത്തുന്നത്? കുറച്ച് കഴിഞ്ഞ് നമ്മൾ സമയം നോക്കുമ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇനി ഒരൊറ്റ വീഡിയോ കൂടി എന്ന് നമ്മുടെ മനസ്സ് പറയും. നമ്മൾ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല, നമ്മുടെ ഡോപ്പമിൻ ലൂപ്പിൻ്റെ കുഴപ്പമാണ്. നമ്മളെ സോഷ്യൽ മീഡിയയ്ക്കും ഗെയിമുകൾക്കും ജങ്ക് ഫുഡിനുമൊക്കെ അടിമയാക്കി മാറ്റുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഒരു മാന്ത്രിക വലയമാണ് ഡോപ്പമിൻ ലൂപ്പ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ വില്ലനും അതേസമയം തന്നെ ഹീറോയുമായ ഡോപ്പമിൻ എന്ന കെമിക്കലിനെ കുറിച്ചും അതുണ്ടാക്കുന്ന അപകടകരമായ ഡോപ്പമിൻ ലൂപ്പിനെ കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചുമാണ്. ലെറ്റ്സ് അൺറാപ്പ് ദ സയൻസ് ബിഹൈൻഡ് ദ അഡിക്ഷൻ. എന്താണ് ഡോപ്പമിൻ? മിക്കവാറും ആളുകളെല്ലാം വിചാരിക്കുന്നത് ഡോപ്പമിൻ എന്ന് വെച്ചാൽ ഒരു ഹാപ്പി കെമിക്കൽ, അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒന്ന് എന്നാണ്. എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ ഡോപ്പമിൻ എന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതായത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ, ന്യൂറോൺസ് തമ്മിൽ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ. ശരിക്കും ഡോപ്പമിൻ എന്നത് സന്തോഷത്തിൻ്റെ കെമിക്കലല്ല, അതൊരു ഹാപ്പി കെമിക്കലല്ല, അതൊരു ആൻറ്റിസിപ്പേഷൻ റിവാർഡ് പ്രഡിക്ഷൻ കെമിക്കലാണ്. അതായത് ഒരു പ്രതീക്ഷയുടെ കെമിക്കലാണ്. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രേരണ നൽകുന്നത് ഡോപ്പമിനാണ്. ഉദാഹരണത്തിന്, നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉള്ള മോട്ടിവേഷൻ തരുന്നത് ഡോപ്പമിനാണ്. അല്ലെങ്കിൽ ഒരു പുതിയ മെസ്സേജ് ഫോണിൽ വരുമ്പോൾ, ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോൾ, നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടും. ആ കാര്യം ചെയ്താൽ നിനക്കൊരു റിവാർഡ് കിട്ടും എന്ന് തലച്ചോർ നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് ഡോപ്പമിൻ റഷ്. ഇനി നമുക്ക് ഡോപ്പമിൻ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഡോപ്പമിൻ ലൂപ്പ്. ഇതിൽ 4 ഘട്ടങ്ങളുണ്ട്. ക്യൂ അഥവാ പ്രേരണ, ക്രേവിംഗ് അഥവാ ആഗ്രഹം, റെസ്പോൺസ് അഥവാ പ്രവൃത്തി, റിവാർഡ് അഥവാ പ്രതിഫലം. ഈ 4 കാര്യങ്ങളാണ് ഡോപ്പമിൻ ലൂപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഈ 4 കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിതിനെ ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം പ്രേരണ. നമ്മൾ എപ്പോഴാണ് ഒരു ഫോൺ കയ്യിലെടുക്കുന്നത്? ഒന്നുകിൽ കോൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ. ഫോൺ ഉപയോഗിക്കാനുള്ള പ്രേരണ സ്വാഭാവികമായിട്ടും ഇത് 3ആണ്. ഒരു കോൾ വന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. പലപ്പോഴും ആ ഫോൺ നമ്മൾ തിരിച്ചവിടെ വെച്ചിട്ട് പോകുകയല്ല ചെയ്യുന്നത്. അപ്പോഴേ തന്നെ ഫോണിനകത്ത് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് നോക്കുന്നു, വെറുതെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ കയറുന്നു, വെറുതെ ഒന്ന് യൂട്യൂബിൽ കയറുന്നു, വെറുതെ മറ്റ് പല സോഷ്യൽ മീഡിയകളിൽ കയറുന്നു. പിന്നെ സമയം പോകുന്ന അറിയുന്നില്ല. ഇതല്ലേ ശരിക്കും സംഭവിക്കുന്നത്? ഇവിടെ പ്രേരണയായിട്ട് വന്നത് ആ വന്ന ഫോൺ കോൾ മാത്രമാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനോ, നമ്മൾ ബോറടിച്ചിരിക്കുമ്പോഴോ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നു. അതാണ് നമുക്കുണ്ടാകുന്ന പ്രേരണ. ഈ പ്രേരണ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഡോപ്പമിൻ റിലീസ് ആകുന്നുണ്ട് നമ്മുടെ തലച്ചോറിൽ. ആ ഉണ്ടാകുന്ന ഡോപ്പമിൻ റിലീസ് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ക്രമാതീതമായി കൂട്ടുന്നു. അപ്പം ഡോപ്പമിൻ റഷ് ഉണ്ടാവും. ഡോപ്പമിൻ റഷ് ഉണ്ടാകുമ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നു, ക്രേവിംഗ് സ്റ്റേജ്. ഒന്ന് ഫോൺ എടുത്ത് നോക്കിയാൽ പുതിയ എന്തെങ്കിലും കാണാം, പുതിയൊരു റീൽ കാണാം, പുതിയൊരു പോസ്റ്റ് കാണാം എന്നൊരു പ്രതീക്ഷ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്നു. അപ്പോൾ വീണ്ടും ഡോപ്പമിൻ്റെ അളവും സ്വാഭാവികമായിട്ട് ഉയരുന്നു. വീണ്ടും ഉണ്ടാകുന്ന ഈ ഡോപ്പമിൻ റഷ് നമ്മളെ റെസ്പോൺസിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതായത് നമ്മൾ ഫോൺ എടുത്ത് റീൽസ് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടു തുടങ്ങുന്നു, പോസ്റ്റുകൾ വായിച്ചു തുടങ്ങുന്നു. അതായത് ജസ്റ്റ് നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫോണിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കഴിഞ്ഞു. അടുത്തതാണ് റിവാർഡ്, പ്രതിഫലം. നമുക്കിഷ്ടപ്പെട്ടൊരു കോമഡി അല്ലെങ്കിൽ ഒരു വീഡിയോ, ഒരു റീൽ, പോസ്റ്റ് എന്തോ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം നമുക്കിഷ്ടപ്പെടുമ്പോൾ തലച്ചോറിന് താൽക്കാലികമായൊരു സന്തോഷം കിട്ടുന്നു. അതാണ് നമുക്കുണ്ടാകുന്ന പ്രതിഫലം. ഈ റിവാർഡ് കിട്ടിക്കഴിയുമ്പോൾ തലച്ചോറ് സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇത് കൊള്ളാലോ, ഒന്നുകൂടി ചെയ്താലോ. അങ്ങനെ വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു. അടുത്ത റീലിലേക്കോ അടുത്ത വീഡിയോയിലേക്കോ നമ്മുടെ വിരലുകൾ പോകുന്നു. സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്
ഈ വേരിയബിൾ റിവാർഡ് സിസ്റ്റം അനുസരിച്ചാണ്. അതായത് സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്തത് എന്ത് വരും എന്ന് നമുക്കറിയില്ല. ആ ഒരു അനിശ്ചിതത്വമാണ് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത്. ആ ഒരു അനിശ്ചിതത്വം തലച്ചോറിലെ ഡോപ്പമിൻ ഉൽപ്പാദനം ഇരട്ടിയാക്കും. അതായത് നമ്മൾക്ക് കൂടുതൽ പ്രതീക്ഷകളുണ്ടാവും. ഇതാണ് ഒരിക്കലും അവസാനിക്കാതെ ഡോപ്പമിൻ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായി ഹൈ ഡോപ്പമിൻ കിട്ടിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ തലച്ചോർ ഒരു പ്രതിരോധം തീർക്കും. ഇതിനെയാണ് ഡോപ്പമിൻ ടോളറൻസ് എന്ന് വിളിക്കുന്നത്. തലച്ചോറിലെ ഡോപ്പമിൻ റിസപ്റ്ററുകളുടെ എണ്ണം കുറയും. അതോടെ മുമ്പ് കിട്ടിയ അതേ സന്തോഷം കിട്ടാൻ നമ്മൾ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കേണ്ടി വരും. പതിയെ പതിയെ ഇത് നമ്മളെ അഡിക്ഷനിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ലൂപ്പിൽ പെട്ടുപോയാൽ പഠിക്കാനോ ജോലി ചെയ്യാനോ അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊട്ടും മോട്ടിവേഷൻ ഉണ്ടാകില്ല എന്നതാണ്. നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഹൗ ടു ബ്രേക്ക് ദ ലൂപ്പ്? ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില വഴികളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഡോപ്പമിൻ ഡീടോക്സ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ്. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ദിവസത്തിൽ കുറച്ച് സമയം ഫോണോ ഗെയിംസോ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്താണോ അതിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക. ഇത് നമ്മുടെ ഡോപ്പമിൻ റിസപ്റ്ററുകളെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തേത് ബാരിയേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഡോപ്പമിൻ ലൂപ്പിലേക്ക് നമ്മൾ പെട്ടെന്ന് ചെന്ന് വീഴാതിരിക്കാൻ ഉള്ള രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുക. ഫോൺ സൈലൻ്റ് ആക്കി വെക്കാം, അപ്പോൾ നോട്ടിഫിക്കേഷൻസിൻ്റെ ശബ്ദം കേൾക്കില്ല. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ തന്നെ ഓഫ് ചെയ്തിടാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആപ്പുകളിലെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടാം. ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാം. പഠിക്കുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഫോൺ മാറ്റി വെക്കുക, മറ്റൊരു റൂമിൽ തന്നെ വെക്കുക. ഇതൊക്കെ ബാരിയേഴ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഡോപ്പമിൻ ലൂപ്പിലേക്ക് എത്താതിരിക്കാൻ ഈ വഴികൾ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു വഴി എന്ന് പറയുന്നത് റീപ്ലേസ്മെൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഉപകാരമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം താൽക്കാലികമായ ഡോപ്പമിന് പകരം നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമായ വർക്കൗട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കുന്നതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുക. അതിൽ റിവാർഡ് കിട്ടാൻ സമയമെടുക്കുമെങ്കിലും നമ്മുടെ മാനസികാരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഇതാണ് നല്ലത്. അതായത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഹാബിറ്റ്സുമായിട്ട് റീപ്ലേസ് ചെയ്യുക. അതാണ് റീപ്ലേസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡോപ്പമിൻ ഒരു മോശം കെമിക്കലല്ല. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമാണ്. പക്ഷേ ആ ഇന്ധനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡോപ്പമിൻ അഡിക്ഷൻ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. തലച്ചോറിനെയും മനസ്സിനെയും കുറിച്ചുള്ള കൂടുതൽ ശാസ്ത്രീയമായ ഇൻസൈറ്റുകൾക്കും അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഹെൽത്തി.